സത്യത്തിൽ ആദ്യം നമുക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു ഈ 34 കോടിയിലേക്ക് നമ്മൾ എങ്ങനെ എത്തും എന്നുള്ളത്. പക്ഷേ 6 കോടി തരാൻ 5 ദിവസം മുമ്പ് 6 കോടി മാത്രമാണ് നമുക്കുണ്ടായിരുന്നത്. പിന്നെ കേരള റിയൽ സ്റ്റോറിയാണ് സത്യത്തിലിത്. കാരണം കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ എല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിച്ച് നിങ്ങളുടെ അടക്കമുള്ള ചാനലുകൾ നമ്മളെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക ബ്ലോഗർമാരും വീട് സന്ദർശിച്ച് ഈ വിഷയം കേരള ജനതയ്ക്ക് മുമ്പിലും പ്രവാസികളുടെ മുമ്പിലും കൊണ്ടുവരികയും അവർ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. 1 രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപ ഈ ഫണ്ടിലേക്ക് തന്നതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ നമ്മുടെ റഹീമിൻ്റെ മോചനത്തിനായി ഈ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് സാധ്യമായത്. ഇപ്പോൾ നമ്മൾക്ക് ആപ്പിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് 30 കോടിയിലേറെ 30 കോടി 10 ലക്ഷത്തോളം രൂപയാണ് സമാഹരിക്കാൻ കഴിഞ്ഞത്. പക്ഷേ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് 34 കോടി രൂപയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇത് എപ്പോഴാണ് പ്രഖ്യാപിക്കുക? അത് ഔദ്യോഗികമായി നമ്മൾ പത്രസമ്മേളനങ്ങളും അതുപോലെ തന്നെ ചാനലുകളിലൂടെയൊക്കെ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കും. ഇപ്പോൾ ഞങ്ങൾ ഇത് 30 കോടിയിലാണ് സ്റ്റോപ്പ് ചെയ്തത്. 34 കോടി ആയിട്ടില്ല. ഈ 30 കോടിയിൽ നമ്മൾ ആപ്പ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള പ്രാദേശികമായിട്ടുള്ള ഫണ്ട് പിരിവുകൾ നടന്നിട്ടുണ്ട്. അവരൊക്കെ നിങ്ങൾക്കറിയാം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 4 കോടി രൂപ ഈ ഇനത്തിൽ നമുക്ക് ലഭിക്കും എന്നുള്ളൊരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് 30 കോടിയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. ഇനിയും 4 കോടി നമുക്ക് എത്താനുണ്ട്. നാളത്തെ ഞങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്താലേ ഫൈനൽ ആയിട്ടുള്ള ഈ വിവരം നമുക്ക് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിന് കേരളത്തിലെ സുമനസ്സുകൾ, ചെറിയ കുട്ടികൾ മുതൽ വലിയ പണക്കാർ വരെ വളരെ നന്നായി പ്രവർത്തിച്ചു. ഇത്ര സമയം കൊണ്ട് ഈ ഫണ്ട് എത്തിച്ചതിൽ വളരെയധികം നന്ദിയും കടപ്പാടും ഈ കേരളത്തിലെ സുമനസ്സുകൾക്ക് ഞങ്ങൾ നേരുകയാണ്. 1 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ സംഭാവന ചെയ്തവർ ഈ കൂട്ടത്തിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പ്രാദേശികമായിട്ട് ഈ നമ്മുടെ ചെറു കുട്ടികൾ വരെ വീടുകളിൽ കയറി പണം സ്വരൂപിച്ചിട്ടുണ്ട്. പള്ളികളിൽ നിന്നിട്ടുണ്ടായിട്ടുണ്ട്, അമ്പലത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്, ചർച്ചുകളിൽ നിന്നിട്ടായിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇതാണ് റിയൽ കേരള സ്റ്റോറി. അല്ലാതെ നമ്മൾ പറയുന്നത് പോലെയല്ല. കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളൊക്കെ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്, സഹായിക്കണം എന്ന് പറഞ്ഞു. കേരളം ഒന്നിച്ചു നിന്നു. 34 കോടിയിലേക്ക് ഞങ്ങൾ എത്തുന്നു.